എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെർവോ മോട്ടറിനെ കുറിച്ചാണ്. അപ്പോൾ സെർവോ മോട്ടറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ആദ്യം നമുക്ക് അതിന്റെ അപ്ലിക്കേഷൻസ് ഒന്ന് പറയാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ റോബോട്ട്സിന്റെ ആംസ് ഒക്കെ നിർമ്മിക്കുന്നത് സെർവോ മോട്ടർ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ആന്റിനയുടെ കൺട്രോളിങ്, അതുപോലെ ക്യാമറയുടെ ഫോക്കസിങ്, ഓട്ടോ ഫോക്കസിങ്, ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ സെർവോ മോട്ടർ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതിന്റെ അക്യുറസി, മൂവ്മെന്റ് വളരെയധികം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഏത് മൂവ്മെന്റ് വേണം, എത്ര വേണം എന്നുള്ളത് നമുക്ക് അക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടറാണ് സെർവോ മോട്ടർ. സെർവോ മോട്ടർ പല ടൈപ്പ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് വളരെ ചെറിയ മോട്ടറുകളാണ്, അതുപോലെ വളരെ ടോർക്ക് കൂടിയ മോട്ടറുകളാണ്. അപ്പൊ ഈ കാണുന്ന എല്ലാം സെർവോ മോട്ടറുകളാണ്. ഇനി സെർവോ മോട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സെർവോ മോട്ടർ വർക്ക് ചെയ്യുന്നത് സെർവോ മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് സെർവോ മെക്കാനിസം ആണ്. അപ്പൊ എന്താണ് സെർവോ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഫീഡ്ബാക്ക്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുക, എറർ കറക്ഷൻ സിഗ്നൽ കൺട്രോൾ ഉപയോഗിക്കുന്നു. എന്ന് വെച്ചാൽ കമ്പാരറ്ററും അതുപോലെ ഫീഡ്ബാക്കും ഉപയോഗിച്ച് നമ്മൾ ഷാഫ്റ്റിന്റെ മെക്കാനിക്കൽ പൊസിഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സെർവോ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ സെർവോ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫീഡ്ബാക്ക് അതുപോലെ തന്നെ കമ്പാരറ്റർ, ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ മെക്കാനിക്കൽ പൊസിഷൻ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സെർവോ മെക്കാനിസം. ആക്ച്വലി നമ്മുടെ സെർവോ മോട്ടർ വർക്ക് ചെയ്യുന്നത് ഈ ഒരു സെർവോ മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ ഈ മോട്ടറിന് സെർവോ മോട്ടർ എന്ന പേര് കൊടുക്കാനുള്ള കാരണം ഇത് വർക്ക് ചെയ്യുന്നത് സെർവോ മെക്കാനിസം ആണ്. അതിൽ നിന്നാണ് സെർവോ എന്നുള്ള പേര് നമ്മുടെ സെർവോ മോട്ടറിന് കിട്ടുന്നത്. ഇനി എന്താണ് സെർവോ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇതിന്റെ ആംഗുലാർ വെലോസിറ്റി നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഷാഫ്റ്റിന്റെ മൂവ്മെന്റിനെ വളരെ ഏത് ആംഗിളിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൺട്രോൾ, റൊട്ടേഷൻ ചെയ്യിക്കാം. അതുപോലെ ഇതിന്റെ പൊസിഷൻ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സെർവോ മോട്ടർ. അപ്പൊ സെർവോ മോട്ടർ വർക്ക് ചെയ്യുന്നത് സെർവോ മെക്കാനിസം എന്ന് പറയുന്ന ഫീഡ്ബാക്കും അതുപോലെ കമ്പാരറ്ററും ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പൊസിഷനെ കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സെർവോ മോട്ടർ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് സെർവോ മോട്ടറിന്റെ ബ്ലോക്ക് ഡയഗ്രാം ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ബ്ലോക്ക് ഡയഗ്രാമിൽ എന്തൊക്കെയുണ്ട് നോക്കാം. നമ്മൾ ഇൻപുട്ട് സിഗ്നൽ ഇവിടെ കൊടുക്കുന്നത് കമ്പാരറ്ററിലേക്കാണ്. അപ്പൊ കമ്പാരറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് സിഗ്നലുകൾ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നതാണ് കമ്പാരറ്റർ. അപ്പൊ ഇവിടെ നമ്മൾ കമ്പാരറ്ററിലേക്ക് കൊടുക്കുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, കൺട്രോളറിലേക്ക് കൊടുക്കുന്നു. കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഇതിലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എത്ര വോൾട്ടേജ് വേണം, എത്ര കറണ്ട് വേണം, എത്ര ടോർക്ക് വേണം, എത്ര സ്പീഡ് വേണം, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് കൺട്രോളറാണ്. അപ്പൊ കൺട്രോളറാണ് ഇതിന്റെ മെയിൻ പാർട്ട്. അതിനുശേഷം നമ്മൾ സെർവോ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നു. സെർവോ ആംപ്ലിഫയറിന്റെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവശ്യത്തിനുള്ള പവർ സപ്ലൈ എന്ത് ചെയ്യണം, മോട്ടറിലേക്ക് കൊടുക്കുക. അതായത് ഈ നമുക്ക് വേണ്ട സ്പീഡ്, ടോർക്ക്, പൊസിഷൻ, ഇത് എത്രത്തോളം വേണം എന്നുള്ളത് സെർവോ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. സെർവോ ആംപ്ലിഫയർ ആണ് ഇതിന് വേണ്ട സപ്ലൈ എല്ലാം എന്ത് ചെയ്യുക, മോട്ടറിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ സെർവോ ആംപ്ലിഫയർ എന്ത് ചെയ്യണം എന്നുള്ള കൺട്രോൾ തീരുമാനിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, നമ്മുടെ സെർവോ ആംപ്ലിഫയർ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് നേരെ മോട്ടറിലേക്ക് കൊടുക്കുന്നു. മോട്ടറിൽ നിന്ന് നമുക്ക് നേരെ എന്ത് കൊടുക്കുന്നു, ലോഡിലേക്ക് കണക്ട് ചെയ്യുന്നു. ഷാഫ്റ്റിൽ നമ്മൾ ലോഡ് എന്ത് ചെയ്യുന്നുണ്ടാവും, കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മുടെ മോട്ടറിന്റെ ഷാഫ്റ്റിന്റെ മൂവ്മെന്റ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സെൻസർ വെക്കുന്നു. അപ്പൊ സെൻസർ ഉപയോഗിച്ച് നമുക്ക് ഷാഫ്റ്റിന്റെ പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് ഔട്ട്പുട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു സിഗ്നൽ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, കമ്പാരറ്ററിലേക്ക് കൊടുക്കുന്നു. ഈ ലൈനിന് നമ്മൾ പറയുന്ന പേരാണ് ഫീഡ്ബാക്ക്. എന്ന് വെച്ചാൽ ഔട്ട്പുട്ടിന്റെ പൊസിഷൻ അറിയുന്നതിന് വേണ്ടി നമ്മൾ ഒരു സെൻസർ ഉപയോഗിച്ച് അതിൽ നിന്ന് നേരെ എങ്ങോട്ട് കൊടുക്കുന്നു, കമ്പാരറ്ററിലേക്ക് കൊടുക്കുന്നു. അപ്പൊ ആ ലൈനിന് നമ്മൾ പറയുന്ന പേരാണ് ഫീഡ്ബാക്ക് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സെൻസർ. അപ്പൊ സെൻസർ ഉപയോഗിക്കുന്നത് മോട്ടറിന്റെ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നോർമലി നമ്മൾ എന്ത് ചെയ്തു, ഇൻപുട്ടിലേക്ക്
നമ്മൾ എന്ത് ചെയ്തു, ഒരു സിഗ്നൽ കൊടുത്തു, അവിടെ നിന്ന് നേരെ കൺട്രോളറിലേക്ക് വരുന്നു, അതിൽ നിന്ന് സെർവോ ആംപ്ലിഫയറിലേക്ക് വരുന്നു, സെർവോ ആംപ്ലിഫയർ മോട്ടറിലേക്കുള്ള സപ്ലൈ കൊടുക്കുന്നു, മോട്ടർ എന്ത് ചെയ്യുന്നു, റൊട്ടേഷൻ ചെയ്യുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തു, സെൻസർ ഉപയോഗിച്ച് നമ്മൾ ഔട്ട്പുട്ടിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു സിഗ്നൽ നേരെ എന്ത് ചെയ്തു, കമ്പാരറ്ററിലേക്ക് കൊടുക്കുന്നു. അപ്പൊ കമ്പാരറ്റർ എന്ത് ചെയ്യുന്ന അറിയോ, ഈ രണ്ട് സിഗ്നലുകളെയും എന്ത് ചെയ്യുന്ന അറിയോ, കമ്പയർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾ മോട്ടറിനെ റൊട്ടേഷൻ ചെയ്യുന്നത് 500 RPM-ലാണ്. അപ്പോ ഇതാണ് 500 RPM ആണ് നമുക്ക് വേണ്ട സ്പീഡ്. പക്ഷെ നമ്മുടെ മോട്ടർ കറങ്ങുന്നത് ഒരു 450 RPM-ലാണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് മനസ്സിലായി, അതായത് ആക്ച്വലി കറങ്ങേണ്ടത് 500 RPM. അപ്പൊ നമ്മൾ കൺട്രോളറിലേക്ക് സിഗ്നൽ കൊടുത്ത് 500 RPM-ൽ റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കറങ്ങുന്നത് എത്രയാണ്, 450. അപ്പൊ നമ്മുടെ സെൻസർ എന്ത് ചെയ്യുന്നു, ഇത് സെൻസ് ചെയ്യുന്നു, 450 എന്നുള്ളത് സെൻസ് ചെയ്തിട്ട് നേരെ എങ്ങോട്ട് കൊടുക്കുന്നു, കമ്പാരറ്ററിലേക്ക് കൊടുക്കുന്നു. കമ്പാരറ്ററിന് അറിയാം രണ്ട് സിഗ്നലാണ് ഇവിടെ വരുന്നത്, ഒന്ന് 500 RPM-ലും രണ്ടാമത്തെ 450 RPM-ലും. അപ്പൊ നമുക്ക് വേണ്ടത് 500 ആണ്, പക്ഷെ കറങ്ങുന്നത് 450 ആണ്. അത് നമ്മുടെ സെൻസർ എന്ത് ചെയ്തു, സെൻസ് ചെയ്തു. ഇനി കമ്പാരറ്റർ ഈ രണ്ട് സിഗ്നലുകളെയും തമ്മിൽ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. അതിനുശേഷം ഇതെന്ത് ചെയ്യുന്നു, നമുക്ക് കമ്പാരറ്റർ ഒരു എറർ സിഗ്നൽ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമുക്കറിയാം ഈ എറർ സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 500 RPM ആയിരിക്കും അല്ലെ. അപ്പൊ 50 RPM-ന്റെ എറർ സിഗ്നൽ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് നമ്മൾ കൺട്രോളറിലേക്ക് കൊടുക്കുന്നു. അപ്പൊ കൺട്രോളറിന് മനസ്സിലായി എന്താണ്, ഒരു 50 RPM-ന്റെ വ്യത്യാസം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു, കൺട്രോളർ നേരെ എന്ത് ചെയ്യും, സെർവോ ആംപ്ലിഫയറിലേക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കും, എന്താണ് 50 RPM-ന്റെ വ്യത്യാസമുണ്ട്, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, സ്പീഡ് ഇൻക്രീസ് ചെയ്യണം. ഉടനെ സെർവോ ആംപ്ലിഫയർ എന്ത് ചെയ്യുന്നു, സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ മോട്ടറിന്റെ സ്പീഡ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പൊ എന്തായിട്ട് മാറി, ഇപ്പൊ 500 RPM-ലേക്ക് എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തു. ഉടനെ വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മൾ ഫീഡ്ബാക്ക് ഉപയോഗിച്ച്, സെൻസർ ഉപയോഗിച്ച് ഫീഡ്ബാക്ക് സിഗ്നൽ നേരെ എന്ത് ചെയ്യുന്നു, കമ്പാരറ്ററിലേക്ക് കൊടുക്കുന്നു. ഇപ്പൊ നമ്മുടെ സ്പീഡ് എത്രയായി, 500. അപ്പൊ കമ്പാരറ്റർ രണ്ട് സൈഡും കൂടി എന്ത് ചെയ്തു, കമ്പാരിസൺ ചെയ്യുന്നു. അപ്പൊ കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി രണ്ടിന്റെയും സ്പീഡ് എന്താണ്, സെയിം ആണ്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന എറർ സിഗ്നൽ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ 0 എറർ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. കൺട്രോളർ ഒന്നും ചെയ്യുന്നില്ല, അതേ സ്പീഡിൽ തന്നെ വർക്ക് ചെയ്യുന്നു. സെർവോ ആംപ്ലിഫയറും ഒന്നും ചെയ്യുന്നില്ല, അതേ RPM-ൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. അപ്പൊ എന്തെങ്കിലും ലോഡിലെ വേരിയേഷൻ മൂലം സ്പീഡിൽ വീണ്ടും വ്യതിയാനം ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, നമ്മുടെ സെൻസർ എന്ത് ചെയ്യും, സെൻസ് ചെയ്യുന്നു. അത് നേരെ എന്ത് ചെയ്തു, കമ്പാരറ്ററിലേക്ക് കൊടുക്കുന്നു. കമ്പാരറ്റർ വീണ്ടും ഇത് എന്ത് ചെയ്യുന്നു, രണ്ടും കൂടി കമ്പയർ ചെയ്ത് എറർ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്ത് കൺട്രോളറിലേക്ക് കൊടുക്കുന്നു. കൺട്രോളർ സെർവോ ആംപ്ലിഫയർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പീഡിലെ വ്യത്യാസം മനസ്സിലാക്കി അത് കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ ഒരു സൈക്കിൾ വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഈ ക്ലോസ്ഡ് ലൂപ്പ് ഉപയോഗിച്ച് നമ്മുടെ മോട്ടറിന്റെ ഷാഫ്റ്റിന്റെ മൂവ്മെന്റ് വളരെ അധികം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ചെറിയ വേരിയേഷൻ വന്നാൽ പോലും വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഷാഫ്റ്റിന്റെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അക്യുറേറ്റ് ആയിട്ട് കിട്ടും. അതാണ് ഈ സെർവോ മോട്ടറിന്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതാണ് സെർവോ മോട്ടറിന്റെ ബ്ലോക്ക് ഡയഗ്രാം. ഓക്കെ, ഇതാണ് സെർവോ മോട്ടറിന്റെ കൺസ്ട്രക്ഷൻ, ഇന്നർ കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞാൽ, ഇതിൽ സാധാരണ പോലെ തന്നെ ഒരു DC മോട്ടറാണ് ഇവിടെ ഉപയോഗിക്കുക. ഈ DC മോട്ടർ നമ്മൾ നേരെ എങ്ങോട്ട് കണക്ട് ചെയ്യുന്നു, ഒരു ഗിയർ ബോക്സിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇവിടെ ഒത്തിരി ഗിയേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിൽ നമ്മൾ എന്ത് ഉണ്ടാവും, ഒരു പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ടുണ്ടാവും. ആ ഗിയറിംഗ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ എന്ത് ചെയ്യുക, റൊട്ടേഷൻ ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഒരു കൺട്രോളർ വെച്ചിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ കൺട്രോളർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, DC മോട്ടറിലേക്ക് സപ്ലൈ കൊടുക്കുന്നു, ഇത് റൊട്ടേഷൻ ചെയ്യുന്നു. ഈ ഗിയർ ബോക്സ് ഉപയോഗിച്ച് നമുക്ക് ഗിയർ ടോർക്ക് അവൈലബിൾ ആവും. ഇവിടെ നമുക്കറിയാം ലോ ടോർക്ക് ഹൈ സ്പീഡാണ്. ഇതിൽ നമുക്ക് ടോർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പീഡിൽ നിന്ന് ടോർക്കിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഗിയർ ബോക്സ് ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ ഒരു പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പൊസിഷൻ സെൻസ് ചെയ്യാൻ വേണ്ടി ഒരു സെൻസർ വേണം എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചാണ്, ബ്ലോക്ക് ഡയഗ്രാമിൽ നമ്മൾ പഠിച്ചാണ്. അതായത് ഫീഡ്ബാക്ക് സിഗ്നൽ എടുക്കുന്നത് സെൻസർ ഉപയോഗിച്ചിട്ടാണ്. ഇവിടുത്തെ ആ സെൻസർ ആണ് നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ. അപ്പൊ ഈ പൊട്ടൻഷ്യോമീറ്റർ ആണ് ഷാഫ്റ്റിന്റെ
പൊസിഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി കൺട്രോളർ ഉപയോഗിക്കുന്നത് അത് നമുക്ക് നേരത്തെ അറിയാം. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യുന്ന പാർട്ടാണ് നമ്മുടെ കൺട്രോൾ സർക്യൂട്ട്. ഇത് ഉപയോഗിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യും. ഇത്രയും പാർട്ടാണ് നമ്മുടെ സെർവോ മോട്ടറിന്റെ കൺസ്ട്രക്ഷനിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ടൈപ്സ് നോക്കാം. അതായത് സെർവോ മോട്ടർ പ്രധാനമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്ന് AC സെർവോ മോട്ടർ, രണ്ട് DC സെർവോ മോട്ടർ. അപ്പൊ നമുക്ക് തന്നെ അറിയാം AC എന്താണ്, DC എന്താണ്. അപ്പൊ AC സെർവോ മോട്ടർ എന്ന് പറഞ്ഞാൽ AC സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന സെർവോ മോട്ടർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു AC ഇൻപുട്ട് സിഗ്നൽ ഉപയോഗിച്ച് നമ്മൾ സെർവോ മോട്ടറിന്റെ പൊസിഷൻ, ഷാഫ്റ്റിന്റെ മൂവ്മെന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ AC സെർവോ മോട്ടർ എന്ന് പറയുന്നു. ഇനി DC സപ്ലൈ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സെർവോ മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, DC സെർവോ മോട്ടർ എന്ന് പറയുന്നു. അപ്പൊ സെർവോ മോട്ടർ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും, AC സെർവോ മോട്ടർ, DC സെർവോ മോട്ടർ. ഓക്കെ, ഇനി നമുക്ക് AC സെർവോ മോട്ടറിലേക്ക് പോവാം. AC സെർവോ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം AC സപ്ലൈ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, നമുക്ക് നമ്മുടെ മോട്ടറിന്റെ ആംഗുലാർ വെലോസിറ്റി എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാം. അതിന് നമ്മൾ പറയുന്ന പേരാണ് AC സെർവോ മോട്ടർ. ആക്ച്വലി AC സെർവോ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ തന്നെയാണ്. ഒരു 2 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ അതേ കൺസ്ട്രക്ഷൻ ആണ് AC സെർവോ മോട്ടറിലുള്ള. അപ്പൊ നമുക്ക് അതിന്റെ കൺസ്ട്രക്ഷനിലേക്ക് പോവാം. ഓക്കെ, സാധാരണ മോട്ടറിൽ ഉള്ള പോലെ തന്നെയാണ് AC സെർവോ മോട്ടറിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് രണ്ട് പാർട്ടാണ്. ഒന്ന് സ്റ്റേറ്റർ ഉണ്ടാവും, രണ്ട് റോട്ടർ ഉണ്ട്. എല്ലാ മോട്ടറിലും ഉള്ളതുപോലെ തന്നെ ഒരു സ്റ്റേറ്റർ പാർട്ട് ഉണ്ട്, അടുത്ത എന്തുണ്ട്, ഒരു റോട്ടർ പാർട്ട് ഉണ്ട്. ഇനി സ്റ്റേറ്റർ പാർട്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റർ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു 2 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ അതേ കൺസ്ട്രക്ഷൻ ആണെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വൈൻഡിങ് ഉണ്ട്. ഒന്നാമത്തെ വൈൻഡിങ്ങിന് നമ്മൾ പറയുന്ന പേരാണ് മെയിൻ വൈൻഡിങ്. അപ്പൊ ഈ കാണുന്നതാണ് മെയിൻ വൈൻഡിങ്. ഇനി അടുത്തൊരു വൈൻഡിങ് എന്ന് പറയുന്നത് കൺട്രോളിങ് വൈൻഡിങ് ആണ്. അപ്പൊ ഈ കാണുന്ന വൈൻഡിങ്ങിനെയാണ് നമ്മൾ കൺട്രോളിങ് വൈൻഡിങ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ റോട്ടർ വെച്ചിട്ടുണ്ട്. റോട്ടർ എന്നത് സ്ക്വിറൽ ഗേജ് ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വൈൻഡിങ്ങും നമ്മൾ പ്ലേസ് ചെയ്യുന്നത് 90 ഡിഗ്രി വരുന്ന രീതിയിലായിരിക്കും. അപ്പൊ ഇലക്ട്രിക്കലി 90 ഡിഗ്രി വരുന്ന രീതിയിലാണ് ഈ രണ്ട് വൈൻഡിങ് എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ മെയിൻ വൈൻഡിങ്ങിലേക്ക് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ എന്നത് കോൺസ്റ്റന്റ് ആയ ഒരു AC സിഗ്നൽ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വൈൻഡിങ്ങിലേക്ക് നമ്മൾ കൊടുക്കുക. അതായത് മെയിൻ വൈൻഡിങ്ങിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരു കോൺസ്റ്റന്റ് ആയ സപ്ലൈ ആണ്. അപ്പൊ കോൺസ്റ്റന്റ് ആയ AC ഇൻപുട്ട് സപ്ലൈ ആയിരിക്കും എന്ത് ചെയ്യുക, മെയിൻ വൈൻഡിങ്ങിലേക്ക് കൊടുക്കുക. ഇതിൽ ഒരിക്കലും വേരിയേഷൻ ഇല്ല. ഒരു കോൺസ്റ്റന്റ് ഫ്ലക്സ് ആയിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു മെയിൻ വൈൻഡിങ്ങിൽ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തത് കൺട്രോൾ വൈൻഡിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഉണ്ട് കൺട്രോൾ വൈൻഡിങ് അല്ലെ. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്, കൺട്രോൾ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈൻഡിങ്ങിൽ ഉണ്ടാവുന്ന ഫ്ലക്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാം. അപ്പൊ കൺട്രോൾ ചെയ്ത ഒരു കറണ്ട് ആയിരിക്കും എന്ത് ചെയ്യുക, ഇതിലൂടെ ഫ്ലോ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾ വോൾട്ടേജ് ആണ് നമ്മളുടെ ഈ ഒരു കോയിലിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക. ഈ വേരിയബിൾ വോൾട്ടേജ് എവിടെ നിന്നാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവോ ആംപ്ലിഫയറിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു വേരിയബിൾ വോൾട്ടേജ് ഈ കോയിലിലേക്ക് വരുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. വളരെ സിമ്പിൾ ആണ്. മെയിൻ വൈൻഡിങ് ഉണ്ടാവും, അത് കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ കൺട്രോൾ വൈൻഡിങ് ഉണ്ടാവും, ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്ന വേരിയബിൾ വോൾട്ടേജ് ആണ്. ഇവിടെയാണ് നമ്മൾ റോട്ടർ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റേറ്റർ പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ റോട്ടർ പാർട്ട് ഞാൻ നേരത്തെ പറഞ്ഞു സ്ക്വിറൽ ഗേജ് ആണെന്ന് അല്ലെ. സ്ക്വിറൽ ഗേജ് ഓൾറെഡി നമുക്കറിയാം. അപ്പൊ സ്ക്വിറൽ ഗേജിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആക്സിയൽ ലെങ്ത് വളരെ കൂടുതലും അതുപോലെ ഇതിന്റെ ഡയമീറ്റർ വളരെ ചെറുതുമാണ്. അപ്പൊ ആക്സിയൽ ലെങ്ത് കൂടുതലാണ്, കൺസ്ട്രക്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആക്സിയൽ ലെങ്ത് കൂടുതലാണ്. അതുപോലെ ഇതിന്റെ ഡയമീറ്റർ എന്തായിരിക്കും, വളരെ ചെറുതുമാണ്. ആ രീതിയിലാണ് നമ്മൾ ഈ റോട്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന സ്ക്വിറൽ ഗേജിൽ ഉപയോഗിക്കുന്ന ഡാമ്പർ വൈൻഡിങ്സ് ആണ് അല്ലെ. അപ്പോൾ ഡാമ്പർ വൈൻഡിങ്സ് സാധാരണയായിട്ട് കോപ്പറിലാണ് നിർമ്മിക്കുക. പക്ഷെ നമ്മുടെ ഈ ഒരു സ്ക്വിറൽ ഗേജ് മോട്ടറിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അലുമിനിയം കണ്ടക്ടേഴ്സ് ആണ്. എന്ന് വെച്ചാൽ അലുമിനിയത്തിന്റെ വൈൻഡിങ്സ് ആയിരിക്കും എന്ത് ചെയ്യുക നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒന്ന് നമുക്ക് വെയിറ്റ് കുറയാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ഗുണം എന്താണ്? വെയിറ്റ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറയ്ക്കാൻ പറ്റും. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H/R റേഷ്യോ എന്നത് സ്മാൾ, വളരെ ചെറുതാക്കാൻ സാധിക്കുന്നു. അപ്പോൾ H/R റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ചെറുതാക്കാൻ സാധിക്കും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കോപ്പറിനെക്കാളും റെസിസ്റ്റൻസ് കൂടുതലാണ് എന്ത്? അലുമിനിയത്തിന്, അല്ലെ? അത് കാരണം നമ്മുടെ ഈ റിയാക്ടൻസ് പ്രോപ്പർട്ടി എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് എന്തിനാണ് റെഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അലുമിനിയം ബാസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, രണ്ട് H/R റേഷ്യോ വളരെ ചെറുതായിട്ട് യൂസ് ചെയ്യുന്നത്. അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുക? അലുമിനിയം കണ്ടക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ഇതാണ് സ്ക്വിറൽ ഗേജ് റോട്ടറിന്റെ കൺസ്ട്രക്ഷൻ. ഇനി നമുക്ക് നമ്മുടെ AC സെർവോ മോട്ടറിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷൻ വീണ്ടും ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് നമ്മുടെ ഫിക്സ്ഡ് ഫേസ് ഉണ്ട്, അല്ലെ? നമുക്കറിയാം മെയിൻ വൈൻഡിങ് അതുപോലെ കൺട്രോൾ വൈൻഡിങ്, രണ്ട് വൈൻഡിങ് ഉണ്ടെന്ന് അറിയാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? മെയിൻ വൈൻഡിങ്ങിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഫിക്സ്ഡ് സപ്ലൈ, ഒരു ഫിക്സ്ഡ് AC സിഗ്നൽ എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. അപ്പോൾ ഒരു ഫിക്സ്ഡ് സിഗ്നൽ എന്ത് ചെയ്തു? ഈ കോയിലിലേക്ക് അപ്ലൈ ചെയ്തു. ഉടനെ എന്ത് ചെയ്യുന്നു? ഇവിടെ എന്ത് ചെയ്യുന്നു? ഫ്ലക്സ് എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു ഫ്ലക്സ് എന്ത് ചെയ്തു? ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? നമ്മുടെ കൺട്രോൾ ഫേസിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഒരു സപ്ലൈ കൊടുക്കുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രണ്ട് ഫ്ലക്സുകളും തമ്മിലുള്ള ഡിഫറൻസ് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ രണ്ട് ഫ്ലക്സും തമ്മിലുള്ള ഡിഫറൻസ് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് ഈ ഫിക്സ്ഡ് വൈൻഡിങ്ങിലൂടെ ഉണ്ടാവുന്ന ഫ്ലക്സിൽ നിന്ന് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ള ഒരു സിഗ്നൽ ആയിരിക്കും എന്ത് ചെയ്യുക? നമ്മളെ കൺട്രോൾ ഫേസിലേക്ക് നമ്മൾ കൊടുക്കുക. സെർവോ ആംപ്ലിഫയറിൽ നിന്ന് വരുന്നത് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ്. അപ്പൊ നമുക്കറിയാം രണ്ട് ഫ്ലക്സും കൂടി എന്ത് ചെയ്തു? 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തു. അത് കാരണം ഇവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് എന്നത് എന്ത് ഫ്ലക്സ് ആയിട്ട് മാറും? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് മാറും. ഇത് നമ്മൾ നേരത്തെ ഇൻഡക്ഷൻ മോട്ടറിൽ പഠിച്ചാണ്. സെയിം വർക്ക് തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ എന്ത് ചെയ്തു? ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തു. ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്തു? റോട്ടറിനെ കട്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? റോട്ടറിനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങി, അല്ലേ? അപ്പൊ കറണ്ട് ക്യാരിങ് ആയ ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് തന്നെ എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു ടോർക്ക് ഡെവലപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇതെന്ത് ചെയ്യും? റൊട്ടേഷൻ ചെയ്യാൻ തുടങ്ങും. സാധാരണ സ്ക്വിറൽ ഗേജ് മോട്ടറിന്റെ അതേ വർക്കിംഗ് ആണല്ലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ സെർവോ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉടനെ നമ്മുടെ റോട്ടർ എന്ത് ചെയ്യുന്നു? റൊട്ടേഷൻ ചെയ്യാൻ തുടങ്ങുന്നു. ഈ റോട്ടറിന്റെ ഷാഫ്റ്റില് ഈ ഒരു ഭാഗത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഗിയർ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഗിയർ ബോക്സിലായിരിക്കും ഈ നമ്മുടെ ഷാഫ്റ്റ് എന്ത് ചെയ്യുക? റൊട്ടേഷൻ ചെയ്യുക. അപ്പൊ ഗിയർ ബോക്സ് റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ സിങ്ക്രോ ജനറേറ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ സിങ്ക്രണസ് ജനറേറ്ററിന്റെ ഷാഫ്റ്റ് എന്ത് ചെയ്യുന്നു? ഇതും എന്ത് ചെയ്യുന്നു? റൊട്ടേഷൻ ചെയ്യുന്നു. ഇനി എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇതിന്റെ ഷാഫ്റ്റ് ഒരു പെർട്ടിക്കുലർ ഒരു ഷേപ്പിൽ വന്ന് എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ചെയ്ത് നിൽക്കും. അപ്പൊ ഈ ഗിയർ ബോക്സിന്റെ ഒപ്പം തന്നെ ഇത് റൊട്ടേഷൻ ചെയ്യുകയും ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ വന്നിട്ട് എന്ത് ചെയ്യും? ഇത് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ ഒരു കൺട്രോൾ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കൺട്രോൾ ട്രാൻസ്ഫോമറിന്റെ ഷാഫ്റ്റും ഇവിടെ ഉണ്ടാവും. ഈ ഷാഫ്റ്റിന്റെയും അതുപോലെ തന്നെ നമ്മളെ സിങ്ക്രോ ജനറേറ്ററിന്റെ ഷാഫ്റ്റിന്റെയും, അപ്പൊ ഈ രണ്ട് ഷാഫ്റ്റിന്റെയും തമ്മിൽ എന്ത് ചെയ്യുന്നു? കമ്പാരിസൺ ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് ഷാഫ്റ്റിന്റെ പൊസിഷൻ എന്ത് ചെയ്യുന്നു? കമ്പാരിസൺ ചെയ്ത് അതിലുണ്ടാവുന്ന വേരിയേഷൻ ഇവിടെ എറർ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ രണ്ട് ഷാഫ്റ്റിന്റെയും എത്രത്തോളം വേരിയേഷൻ ഉണ്ട്, ആ വേരിയേഷൻ ഉള്ള ഒരു എറർ സിഗ്നൽ നമ്മൾ നേരെ എങ്ങോട്ട് കൊടുക്കുന്നു? നമ്മുടെ സെർവോ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നു. അപ്പൊ സെർവോ ആംപ്ലിഫയറിന് ആ വേരിയേഷൻ മനസ്സിലാക്കുകയും അതിന് വേണ്ട സിഗ്നൽ എന്ത് ചെയ്യുന്നു? നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? കൺട്രോൾ ഫേസിലേക്ക് വീണ്ടും അപ്ലൈ ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ മോട്ടറിന്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ നമ്മൾ ഇതിന്റെ രണ്ടിന്റെ പൊസിഷൻ നമ്മൾ എന്ത് ചെയ്തു? കമ്പാരിസ് ചെയ്തതിന് ഈ ഒരു കൺട്രോൾ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുന്നു? ഈ രണ്ടിന്റെയും ഷാഫ്റ്റ് എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യും. അപ്പോ അതായത് ഈ കൺട്രോൾ ട്രാൻസ്ഫോമറിലുള്ള ഷാഫ്റ്റിന്റെയും അതുപോലെ തന്നെ നമ്മുടെ സിങ്ക്രോസ് ജനറേറ്ററിന്റെ ഷാഫ്റ്റിന്റെയും പൊസിഷനുകൾ എന്ത് ചെയ്യുന്നു? കമ്പാരിസൺ ചെയ്ത് ഈ കൺട്രോൾ ട്രാൻസ്ഫോമർ ആയിരിക്കും ഈ കമ്പയർ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു എറർ സിഗ്നൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ എറർ സിഗ്നൽ നേരെ എങ്ങോട്ട് എന്ത് ചെയ്യുന്നു?
നമ്മുടെ സെർവോ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നു. അത് എത്രത്തോളം വേരിയേഷൻ ഉണ്ടോ ആ വേരിയേഷൻ മാറ്റുന്നതിനായിട്ടുള്ള സിഗ്നൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ കൺട്രോൾ വൈൻഡിങ്ങിലേക്ക് കൊടുക്കുന്നു. ഇഫ് സ്പീഡ് കുറവാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്തു, സെർവോ ആംപ്ലിഫയർ സ്പീഡ് എന്ത് ചെയ്യുന്നു, മോട്ടറിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു. കൂടുതൽ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ എന്ത് കൂടുതൽ വോൾട്ടേജ് ഇവിടേക്ക് അപ്ലൈ ചെയ്ത് നമ്മുടെ സ്പീഡ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് വേണ്ട സ്പീഡിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ AC സെർവോ മോട്ടറിന്റെ വർക്കിങ്ങിൽ വരുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. അതായത് AC സപ്ലൈ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഫിക്സഡ് കോയിലിലേക്ക് കൊടുക്കുന്നു, ഫിക്സഡ് വൈൻഡിങ്ങിലേക്ക് കൊടുക്കുന്നു, ഇവിടെ ഒരു ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ ഇവിടെ കൺട്രോൾ വൈൻഡിങ്ങിൽ ഒരു വോൾട്ടേജ് സെർവോ ആംപ്ലിഫയർ കൊടുക്കുന്നു, ഇവിടെയും ഫ്ലക്സ് ഉണ്ടാവുന്നു. ഈ രണ്ട് ഫ്ലക്സ് 90 ഡിഗ്രി ആയിരിക്കും. അത് കാരണം ഇവിടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റോട്ടറിനെ കട്ട് ചെയ്യുന്നു. ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. കറണ്ട് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ടോർക്ക് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ റോട്ടർ എന്ത് ചെയ്യുന്നു, റൊട്ടേഷൻ ചെയ്യുന്നു. ഉടനെ നമ്മുടെ ഗിയറും എന്ത് ചെയ്യുന്നു, റൊട്ടേഷൻ ചെയ്യുന്നു. ആ ഗിയറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സിങ്ക്രോ ജനറേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതും അതിന്റെ ഷാഫ്റ്റ് എന്ത് ചെയ്യുന്നു, റൊട്ടേഷൻ ചെയ്യുന്നു. എന്നിട്ട് ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ വന്ന് നിൽക്കുന്നു. ഇനി നമ്മുടെ കൺട്രോൾ ട്രാൻസ്ഫോമറിലും ഒരു ഷാഫ്റ്റ് ഉണ്ടാവും. അതിൻ്റെയും നമ്മുടെ സിങ്ക്രോ ജനറേറ്ററിന്റെയും ഷാഫ്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. എത്രത്തോളം എറർ ഉണ്ടോ ആ എറർ സിഗ്നൽ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു കൺട്രോൾ ട്രാൻസ്ഫോമർ. അത് നേരെ നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നു, സെർവോ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നു. ആ എറർ റിക്കവർ ചെയ്യാൻ വേണ്ട വോൾട്ടേജ് എത്രയാണോ അത്രയും വോൾട്ടേജ് വീണ്ടും എന്ത് ചെയ്തു, സെർവോ ആംപ്ലിഫയർ നമ്മളെ ഈ ഒരു കൺട്രോൾ ഫേസിലേക്ക് കൊടുത്ത് മോട്ടറിനെ വീണ്ടും കൺട്രോൾ ചെയ്ത് നമുക്ക് വേണ്ട സ്പീഡിലേക്കും ടോർക്കിലേക്കും എത്തിക്കുന്നു. ഇതാണ് നമ്മുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് AC സെർവോ മോട്ടർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ വർക്കിംഗിലേക്ക് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക് കർവ് നോക്കാം. അതായത് ഒരു സാധാരണ ഇൻഡക്ഷൻ മോട്ടറിന്റെ കർവാണ് ഈ കാണിച്ചിരിക്കുന്ന കർവ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അല്ലെ, ഇത് ഒരു ലീനിയർ കർവ് അല്ല. സാധാരണ ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക് ആണ്. പക്ഷെ നമുക്കറിയാം നമുക്ക് വേണ്ട കർവ് എന്താണ്, ലീനിയർ ആയിട്ടുള്ള ഒരു കർവാണ് നമുക്ക് വേണ്ടത്. അപ്പൊ സ്പീഡും ടോർക്കും തമ്മിൽ എന്ത് ചെയ്യണം, ലീനിയർ ആയിരിക്കണം. അപ്പൊ അതിനെ ലീനിയർ എങ്ങനെയാണ് ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം സാധാരണ മോട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, സ്ക്വിറൽ ഗേജിൽ ഉപയോഗിക്കുന്ന H/R റേഷ്യോ എന്ന് പറയുന്നത് ലാർജ് ആണ്. കാരണം അവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ എന്തായിരിക്കും, കോപ്പറിന്റെ വൈൻഡിങ്സ് ആയിരിക്കും എന്ത് ചെയ്യുക ഉപയോഗിക്കുക. അവിടെ റിയാക്ടൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ ലാർജ് വാല്യൂ ആയിരിക്കും എന്താണ്, H/R. അപ്പൊ അതാണ് നമുക്ക് ആ കർവാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്ത് ചെയ്യണം, ആ H/R റേഷ്യോ എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു ലീനിയർ ആയിട്ട് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ടോർക്ക് അവൈലബിൾ ആവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, അപ്പൊ ഈ H/R റേഷ്യോ എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അലുമിനിയം വൈൻഡിങ്സ് ഉപയോഗിക്കുന്നു. അപ്പൊ അലുമിനിയത്തിന് റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് ഈ ഭാഗത്തുള്ള H/R റേഷ്യോ എന്ത് ചെയ്യും, കുറയും. അപ്പൊ H/R റേഷ്യോ കുറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്തു, ടോർക്ക് ഒരു ലീനിയർ ടോർക്കായിട്ട് നമുക്ക് എന്ത് ചെയ്തു ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്. നമ്മുടെ സെർവോ മോട്ടറിന്റെ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അലുമിനിയം ഉപയോഗിച്ചത്. അപ്പൊ അലുമിനിയം ഉപയോഗിച്ച് H/R എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക് എന്ത് ചെയ്യണം, ലീനിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ H/R റേഷ്യോ കുറയ്ക്കാനുള്ള കാരണം ഇതാണ്. ഇനി നമുക്ക് സെർവോ മോട്ടറിന്റെ ഫീച്ചേഴ്സ് നോക്കാം. അപ്പൊ AC സെർവോ മോട്ടറിൽ വരുന്നത് ലോ വെയിറ്റ് ഡിവൈസ് ആണ്. അപ്പൊ ഇതിന്റെ വെയിറ്റ് വളരെ കുറവാണ്, ഒന്നാമത്തെ കാര്യം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, അലുമിനിയം പോലുള്ള കണ്ടക്ടേഴ്സ് നമ്മൾ റോട്ടറിൽ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ലോ വെയിറ്റ് ആണ്, ഇതില് വളരെ ചെറുതായിരിക്കും. പിന്നെ ഇതിന്റെ സ്റ്റെബിലിറ്റി, റിലയബിലിറ്റിയും അതുപോലെ സ്റ്റെബിലിറ്റിയും വളരെ കൂടുതലായിരിക്കും. അപ്പൊ റിലയബിളും അതുപോലെ സ്റ്റേബിൾ ആയ ഓപ്പറേഷൻ ആയിരിക്കും എന്ത് ചെയ്യുക ഈ ഒരു മോട്ടറിൽ, AC സെർവോ മോട്ടറിൽ ഉണ്ടാവുന്നത്. ഇനി ഇത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ നോയ്സ് വളരെ കുറവാണ്. അപ്പോൾ ഇതിന്റെ ഓപ്പറേഷനിൽ നോയ്സ് വളരെ കുറവായിരിക്കും. അതുപോലെ ഇതിന്റെ നമ്മൾ ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക് കർവ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ H/R നമ്മൾ എന്ത് ചെയ്തു, റേഷ്യോ വളരെ റെഡ്യൂസ് ചെയ്തു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ ആയിട്ട് ടോർക്ക് സ്പീഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്.
അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ലീനിയർ ആണ്. അതുപോലെ ഇതില് ബ്രഷോ സ്ലിപ്പറിങ്ങോ പോലുള്ള കാര്യങ്ങളൊന്നും ഇതിൽ നമ്മൾ ഇല്ല. അതായത് ഈ ഒരു മോട്ടറിൽ നമ്മൾ ബ്രഷസോ അതുപോലെ സ്ലിപ്പറിങ്ങോ ഒന്നും വെക്കാത്തത് കൊണ്ട് അതിന്റെ മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. നമുക്കറിയാം ഈ ബ്രഷ് ഒക്കെ വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ കോണ്ടാക്ട് ഉണ്ടാവും അല്ലെ. ആ ഒരു കോണ്ടാക്ട് കാരണം നമ്മുടെ ബ്രഷ് എല്ലാം തേയ്മാനം വരികയും അതുപോലെ കമ്മ്യൂട്ടേറ്റർ എല്ലാം കുറെ കാലം കഴിഞ്ഞാൽ ഡാമേജ്ഡ് ആവുകയോ എല്ലാം ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മുടെ ഈ ഒരു മോട്ടറിൽ വരുന്നില്ല. കാരണം സ്ക്വിറൽ ഗേജ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ ലൈഫ് വളരെ കൂടുതലാണ്. അവിടെ ഫ്രിക്ഷൻ ലോസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഫ്രിക്ഷൻസ് ഒന്നും അധികം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ആണ് നമ്മുടെ AC സെർവോ മോട്ടറിൽ വരുന്നത്. ഇനി നമുക്ക് DC സെർവോ മോട്ടറിലേക്ക് പോവാം. അപ്പൊ DC സെർവോ മോട്ടർ ഞാൻ നേരത്തെ പറഞ്ഞു, AC സെർവോ മോട്ടർ എന്ന് പറഞ്ഞാൽ AC-യിൽ വർക്ക് ചെയ്യുന്നത്. ഇത് ഇത്ര ഉള്ളൂ, DC-യിൽ വർക്ക് ചെയ്യുന്ന മോട്ടർ ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരു DC സിഗ്നൽ ഉപയോഗിച്ച് ഒരു മോട്ടറിന്റെ വെലോസിറ്റി, ആക്സിലറേഷൻ, പൊസിഷൻ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനാണ് DC സെർവോ മോട്ടർ എന്ന് പറയുന്നത്. DC സപ്ലൈ ഉപയോഗിക്കുന്ന സെർവോ മോട്ടർ. ഓക്കെ, DC സപ്ലൈയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, വെലോസിറ്റി, ആക്സിലറേഷൻ, പൊസിഷൻ, അപ്പോൾ ഷാഫ്റ്റിന്റെ മൂവ്മെന്റിന്റെ കൺട്രോളിങ് ചെയ്യുന്ന DC സപ്ലൈയിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ DC സെർവോ മോട്ടർ എന്ന് പറയുന്നു. ഇനി ഇതിന്റെ സാധാരണ പോലെ തന്നെ DC മോട്ടറിന്റെ അതേ കൺസ്ട്രക്ഷൻ ആണ് ഈ DC സെർവോ മോട്ടറിലും വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ കൺസ്ട്രക്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോ DC സെർവോ മോട്ടർ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ DC സെർവോ മോട്ടർ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് ഫീൽഡ് കൺട്രോൾഡ് സെർവോ മോട്ടറും, രണ്ട് ആർമേച്ചർ കൺട്രോൾഡ് സെർവോ മോട്ടറും. അതായത് ഫീൽഡ് സൈഡ് കൺട്രോൾ ചെയ്യുക, അതുപോലെ ആർമേച്ചർ സൈഡ് കൺട്രോൾ ചെയ്യുക. അപ്പൊ രണ്ട് രീതിയിലുള്ള മോട്ടോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഫീൽഡ് കൺട്രോൾ ചെയ്യുന്ന സെർവോ മോട്ടറും ആർമേച്ചർ കൺട്രോൾ ചെയ്യുന്ന സെർവോ മോട്ടറും. ഈ രണ്ട് ടൈപ്പ് സെർവോ മോട്ടർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഫീൽഡ് ടൈപ്പ് കൺട്രോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ സാധാരണ ഒരു DC മോട്ടറിന്റെ അതേ കൺസ്ട്രക്ഷൻ ആണ്. രണ്ട് വൈൻഡിങ് ഉണ്ട്, ഒന്ന് ആർമേച്ചർ വൈൻഡിങ്, രണ്ട് ഫീൽഡ് വൈൻഡിങ്. ഇനി നമുക്കറിയാം ആർമേച്ചറിൽ ഇവിടെ രണ്ട് ബ്രഷസ് വെക്കുന്നുണ്ട് അല്ലെ. ഇവിടെ എന്തുണ്ട്, കമ്മ്യൂട്ടേറ്ററിന്റെ മുകളിലായിരിക്കും ബ്രഷസ് വെക്കുക. സപ്ലൈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബ്രഷ് വെക്കുക. അപ്പൊ സാധാരണ ഒരു DC മോട്ടർ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മളറിയാം. ഫീൽഡ് എക്സൈറ്റേഷൻ ചെയ്യുന്നു, അപ്പൊ എന്ത് ചെയ്യുന്നു, ഇവിടെ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ ആർമേച്ചറിലേക്ക് കറണ്ട് കൊടുക്കുന്നു, അപ്പൊ ആർമേച്ചറിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇവിടെയും എന്തുണ്ടാവും, ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കറിയാം രണ്ട് ഫ്ലക്സും കൂടി ഇന്ററാക്ട് ചെയ്ത് ടോർക്ക് ഡെവലപ്പ് ചെയ്ത് ഇത് റൊട്ടേഷൻ ചെയ്യാൻ തുടങ്ങും. ഇല്ലെങ്കിൽ നമുക്കറിയാം ഇവിടെ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തു അല്ലെ, ഇനി ഇതിലൂടെ എന്ത് ചെയ്തു, കറണ്ട് ഫ്ലോ ചെയ്തു. അപ്പൊ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ടോർക്ക് ഡെവലപ്പ് ചെയ്ത് റൊട്ടേഷൻ ചെയ്യാൻ. അപ്പൊ രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് DC മോട്ടറിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇതിലൂടെ ഇവിടെയും ഫ്ലക്സ് ഉണ്ടാവണം, അതുപോലെ ഇതിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യണം. അപ്ലൈ നമ്മുടെ റോട്ടർ എന്ത് ചെയ്യുള്ളൂ, റൊട്ടേഷൻ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കറിയാം രണ്ട് വൈൻഡിങ് ഉണ്ട് അല്ലെ. ആർമേച്ചർ ഉണ്ടാവും, ആർമേച്ചർ വൈൻഡിങ് ഉണ്ടാവും, ഫീൽഡ് വൈൻഡിങ് ഉണ്ടാവും. ഇനി നമ്മൾ ആർമേച്ചർ വൈൻഡിങ്ങിലേക്ക് കൊടുക്കുന്ന സപ്ലൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന IA എന്ന് പറയുന്ന കറണ്ട് കോൺസ്റ്റന്റ് കറണ്ട് ആയിരിക്കും. ഇതിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, വേരിയേഷൻ ഉണ്ടാവില്ല. ഇനി നമ്മൾ ഫീൽഡിലൂടെ ഒഴുകുന്ന കറണ്ടിന് നമ്മൾ കൺട്രോൾ ചെയ്യാം. എന്ന് വെച്ചാൽ ഫീൽഡിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജിനെ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. അത് ചെയ്യുന്നത് സെർവോ ആംപ്ലിഫയർ ആണ്. അപ്പോൾ സെർവോ ആംപ്ലിഫയർ ഉപയോഗിച്ച് നമ്മളുടെ ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ വേരിയബിൾ വോൾട്ടേജ് ആയിരിക്കും നമ്മളുടെ ഫീൽഡ് കോയിലിലേക്ക് കിട്ടുന്നത്. അപ്പൊ ഫീൽഡ് കോയിലിന് വേരിയബിൾ വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോൾട്ടേജിന് അടിസ്ഥാനമായിട്ട് നമുക്ക് ഫ്ലക്സിൽ എന്തുണ്ടാവും, മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഫീൽഡ് കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ ഫീൽഡ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഫീൽഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോള് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഫോർമുല എന്ന് വെച്ചാൽ ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല T പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ഫൈ ഇൻറ്റു IA അല്ലെ. ഇതാണ് നമുക്ക് ടോർക്കിന്റെ ഫോർമുല. അത് നമുക്ക് DC മോട്ടറിന്റെ കോമൺ ഫോർമുലയാണ് T പ്രൊപ്പോർഷണൽ ടു ഫൈ ഇൻറ്റു IA. ഫ്ലക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫീൽഡിൽ ഉണ്ടാവുന്ന ഫ്ലക്സ് ആണ്.
അതുപോലെ IA എന്ന് പറയുന്നത് ആർമേച്ചറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. ഇനി നമുക്ക് നോക്കിയാൽ അറിയാം, അതായത് നമ്മൾ ഇവിടെ കറണ്ട് എന്നത് എന്ത് ചെയ്യുന്നു, കോൺസ്റ്റന്റ് ആക്കണ്ട്. അത് കാരണം നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ടി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് ഇതിലൂടെ കൊടുക്കുന്ന കറണ്ട് കുറച്ച് ഹയർ വാല്യൂ കൊടുക്കുന്നു വിചാരിക്കുക. അപ്പൊ കുറച്ച് ഹയർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ടി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ആണ്. അപ്പൊ ഫ്ലക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടായാൽ പോലും നമ്മുടെ ടോർക്കിന് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരുത്താൻ സാധിക്കും. അപ്പൊ ഇവിടെ ചെയ്യുന്ന അതാണ്, നമ്മൾ കുറച്ച് ഹയർ കറണ്ട് എന്ത് ചെയ്യുന്നു, കോൺസ്റ്റന്റ് ആയ കുറച്ച് ലാർജ് വാല്യൂ ഓഫ് കറണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ആർമേച്ചറിലൂടെ ഫ്ലോ ചെയ്യുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്ലക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയ വോൾട്ടേജിലെ വേരിയേഷൻ ഉപയോഗിച്ച് നമുക്ക് ടോർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ഉണ്ടാവും, സെൻസേഴ്സ് ഉണ്ടാവും. സെൻസേഴ്സിൽ നിന്ന് നേരെ എന്ത് ചെയ്യും, കൺട്രോളറിലേക്ക് വരും. കൺട്രോളറിൽ നിന്ന് നേരെ സെർവോ ആംപ്ലിഫയറിലേക്ക് വരുന്നു. അപ്പൊ എത്രത്തോളം വേരിയേഷൻ ഉണ്ടോ ആ വേരിയേഷൻ അനുസൃതമായിട്ട് നമ്മൾ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനനുസരിച്ച് ഇവിടെ ഫ്ലക്സിൽ എന്ത് ചെയ്യുന്നു, മാറ്റങ്ങൾ വരുന്നു. ആ ഫ്ലക്സിന്റെ മാറ്റങ്ങൾ ഉപയോഗിച്ച് മോട്ടറിന്റെ ടോർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഫീൽഡ് കൺട്രോൾഡ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ സെർവോ മോട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഫീൽഡ് കൺട്രോൾ മെത്തേഡ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് നോക്കാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ ഫീൽഡ് ആയിരുന്നു കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർമേച്ചർ ആണ് നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഫീൽഡിലേക്ക് നമ്മൾ കൊടുക്കുന്നത് കോൺസ്റ്റന്റ് ആയ ഒരു വോൾട്ടേജ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഫീൽഡിലേക്ക് ഒരു കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഹയർ ഫ്ലക്സ് എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കറണ്ട് അപ്ലൈ ചെയ്യുന്നു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാൻ, നമുക്ക് ഫീൽഡ് വൈൻഡിങ് വേണമെന്നില്ല. ഇവിടെ എന്ത് ചെയ്യാം, ഒരു പെർമനന്റ് മാഗ്നറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ ആയിട്ട് കോൺസ്റ്റന്റ് ഫ്ലക്സ് എന്ത് ചെയ്യും, നമുക്ക് അവൈലബിൾ ആവും. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ഫ്ലക്സ് എന്ത് ചെയ്യണം, കോൺസ്റ്റന്റ് ആക്കും. പിന്നെ അതുപോലെ തന്നെ ലാർജ് വാല്യൂ ആയിരിക്കും എന്ത്, IF. കുറച്ചുകൂടി ലാർജ് വാല്യൂ ആയിരിക്കും IF. കാരണം ടി പ്രൊപ്പോർഷണൽ ടു നമുക്കറിയാം ഫ്ലക്സ് ഇൻറ്റു IA ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഫ്ലക്സിനെ എന്ത് ചെയ്തു, കോൺസ്റ്റന്റ് ആക്കി അല്ലേ. അപ്പൊ ഫ്ലക്സിനെ കോൺസ്റ്റന്റ് ആക്കിയ ടി പ്രൊപ്പോർഷണൽ ടു എന്താണ്, IA ആയിട്ട് നമുക്ക് ലഭിക്കും. ടി പ്രൊപ്പോർഷണൽ ടു എന്താണ്, IA ആണ്. അപ്പൊ IAക്ക് മാറ്റം വരുത്തിയ നമ്മുടെ ടോർക്ക് എന്ത് ചെയ്യും, മാറും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഫീൽഡ് കറന്റിന് കുറച്ച് ലാർജ് ഫീൽഡ് കറന്റ് നമ്മൾ എന്ത് ചെയ്തു, അപ്ലൈ ചെയ്ത് ഇവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഫ്ലക്സ് ആയിരിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ നമ്മൾ സെർവോ ആംപ്ലിഫയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആർമേച്ചറിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതേപോലെ തന്നെ സെൻസേഴ്സ് ഉപയോഗിക്കും, കൺട്രോളർ ഉപയോഗിക്കും. അതിൽ നിന്ന് സെർവോ ആംപ്ലിഫയറിലേക്ക് വരുന്നു. സെർവോ ആംപ്ലിഫയർ വേരിയബിൾ വോൾട്ടേജ് എങ്ങോട്ട് കൊടുക്കുന്നു, ആർമേച്ചറിലേക്ക് കൊടുക്കുന്നു. അപ്പൊ നമുക്കറിയാം ടി പ്രൊപ്പോർഷണൽ ടു IA ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, IAക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളെ അടിസ്ഥാനത്തിൽ ഇവിടെ എന്ത് ചെയ്യും, മോട്ടറിന്റെ ടോർക്കിൽ എന്ത് ചെയ്യും, വ്യത്യാസമുണ്ട്. അപ്പൊ ഷാഫ്റ്റിന്റെ മൂവ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് IA ഉപയോഗിച്ച്, എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾ വോൾട്ടേജ്, ആർമേച്ചറിലേക്ക് കൊടുക്കുന്ന വേരിയബിൾ വോൾട്ടേജ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു കൺട്രോൾ മെത്തേഡിന് നമ്മൾ പറയുന്ന പേരാണ് ആർമേച്ചർ കൺട്രോൾഡ് DC സെർവോ മോട്ടർ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു മോട്ടർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക് കർവ് നമുക്ക് നോക്കാം. അതായത് ഈ കാണുന്നത് നമ്മുടെ DC മോട്ടറിന്റെ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക് കർവാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മൾ വോൾട്ടേജിന് വേരിയേഷൻ ചെയ്തിട്ടാണ് ഓരോ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇത് ലോവസ്റ്റ് വോൾട്ടേജ് ആണ്, VA1 എന്ന് പറയുന്നത്. അതിനേക്കാളും കുറച്ചുകൂടി ഹയർ വോൾട്ടേജ്, അതിനേക്കാളും കുറച്ചുകൂടി ഹയർ വോൾട്ടേജ് ആണ് VA3, അതിനേക്കാളും കൂടുതലാണ് VA4. VA4 എന്ന് പറയുന്നത് ഹയസ്റ്റ് വോൾട്ടേജ് ആണ്. അപ്പൊ നമ്മൾ വോൾട്ടേജ് കൂട്ടും തോറും നമ്മുടെ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക് കുറച്ചുകൂടി എന്ത് ചെയ്യും, വലിയ കുറച്ചുകൂടി ലാർജിലുള്ള സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക് കർവ് നമുക്ക് കിട്ടും. അപ്പോൾ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് കർവ് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവാം. അപ്പൊ നമ്മുടെ ലീനിയർ ആയിരിക്കും സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക് കർവ്. അപ്പോൾ നമ്മുടെ സാധാരണ സെർവോമീറ്ററിന് വേണ്ട അതേപോലെ തന്നെയാണ് സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക് കർവ് ലീനിയർ ആണ്. പിന്നെ ഇതിന്റെ കർവ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യും, വോൾട്ടേജ് കൂട്ടും തോറും ഇതിന്റെ കർവും എന്തായിട്ട് മാറും,
കുറച്ചുകൂടി വലുതായിട്ട് വരുന്ന ലാർജ് കർവായിട്ട് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DC സെർവോ മോട്ടോർ. നമ്മുടെ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക് ആണ് സെർവോ മോട്ടറിന് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനെല്ലാം ചോദിക്കുന്ന ഒരു കാര്യമാണ്. AC സെർവോ മോട്ടറും DC സെർവോ മോട്ടറും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലോ പവർ ഔട്ട്പുട്ട് ആണ്, അതായത് 0.5 to 100 വാട്ട്സ് ആണ്. നമ്മളുടെ ഈ ഒരു DC സെർവോ മോട്ടർ കുറച്ചുകൂടി പവർ റേറ്റിംഗ് കൂടിയ മോട്ടറുകളായിരിക്കും. അപ്പോൾ AC പവർ റേറ്റിംഗ് കുറച്ച് കുറവാണ്, കമ്പയർ ചെയ്യുന്ന സമയത്ത് DC-നെക്കാളും കുറവായിരിക്കും. അതുപോലെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. 5 to 20% ആണ് നമ്മുടെ എഫിഷ്യൻസി വരുന്ന AC സെർവോ മോട്ടറിൽ. ഇത് അതിനേക്കാളും കുറച്ചുകൂടി ഹൈ എഫിഷ്യൻസി നമുക്ക് അവൈലബിൾ ആവും. അതുപോലെ മെയിൻ്റെനൻസ് ലെസ് ആണ്, നമ്മുടെ AC സെർവോ മോട്ടറിൽ മെയിൻ്റെനൻസ് കുറവാണ്. അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ലിപ്പ് റിംഗ്, കമ്മ്യൂട്ടേറ്റർ ഒന്നുമില്ല. പക്ഷേ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ DC സെർവോ മോട്ടർ ഉള്ളത് കൊണ്ട് ഇവിടെ മെയിൻ്റെനൻസ് കുറച്ച് കൂടുതലാണ്. ഇനി സ്റ്റെബിലിറ്റി പ്രോബ്ലം വളരെ കുറവാണ്, എന്ന് വെച്ചാൽ ഈ മോട്ടോർ സ്റ്റേബിൾ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, കുറച്ചുകൂടി വർക്ക് ചെയ്യുക. പക്ഷേ ഈ ഒരു മോട്ടോർ DC മോട്ടറിനെ അപേക്ഷിച്ച് AC മോട്ടർ ആയിരിക്കും കുറച്ചുകൂടി സ്റ്റെബിലിറ്റി ഉണ്ടാവുക, ഇതിൽ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. ഇനി ഫ്രീക്വൻസി നോയ്സ് വളരെ കുറവായിരിക്കും, ഇതിൽ റേഡിയോ ഫ്രീക്വൻസി ഒന്നും നോയ്സസ്, അപ്പോൾ റേഡിയോ ഫ്രീക്വൻസിയിലൊക്കെ നോയ്സ് ഉണ്ടാവാൻ ഇതിൽ കുറവായിരിക്കും. പക്ഷെ നമ്മുടെ ഈ ബ്രഷസ് എല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ ഒരു DC മോട്ടറിൽ അവിടെ ഒരു നോയ്സസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ നോയ്സ് കുറവായിരിക്കും, ഇതിൽ നോയ്സ് കൂടുതലായിരിക്കും. ഇനി DC മോട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേബിൾ ആൻഡ് സ്മൂത്ത് ഓപ്പറേഷൻ ആണ് AC. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇതിനേക്കാളും കുറച്ചുകൂടി റിലേറ്റീവ്ലി സ്റ്റേബിൾ അല്ല, കുറച്ചുകൂടി സ്മൂത്ത് ഓപ്പറേഷൻ അല്ല, വളരെ കുറവായിരിക്കും. അപ്പോൾ AC മോട്ടർ DC കുറച്ചുകൂടി എന്തായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. ഇത് അതിനേക്കാളും സ്റ്റെബിലിറ്റി കുറവായിരിക്കും. ഇനി AC ആംപ്ലിഫയർ നോ ഡ്രിഫ്റ്റ്. നമ്മുടെ AC ആംപ്ലിഫയറിൽ ഡ്രിഫ്റ്റ് ഒന്നും ഫോം ചെയ്യുന്നില്ല, DC ആംപ്ലിഫയറിൽ ഡ്രിഫ്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് സിഗ്നലിന്റെ വേരിയേഷൻ അനുസരിച്ച് ഔട്ട്പുട്ടിൽ മാറ്റങ്ങൾ വരും അല്ലേ. അപ്പൊ ഇൻപുട്ടിൽ വേരിയേഷൻ ഇല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ എന്തുണ്ടാവില്ല, വേരിയേഷൻസ് ഉണ്ടാവില്ല. പക്ഷെ DC ആംപ്ലിഫയറിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കണ്ടീഷനിൽ എന്ത് ചെയ്യും, ഇൻപുട്ടിൽ വേരിയേഷൻ ഇല്ലാതെ തന്നെ ഔട്ട്പുട്ടിൽ വേരിയേഷൻ ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിൽ ഡ്രിഫ്റ്റ് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ DC ആംപ്ലിഫയറിൽ ഡ്രിഫ്റ്റ് ഉണ്ട് എന്നുള്ള പറയാനുള്ള കാരണം അതാണ്. അപ്പൊ ഇൻപുട്ടിൽ വേരിയേഷൻ ഇല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ ചിലപ്പോൾ വേരിയേഷൻസ് വരാം. പക്ഷെ AC ആംപ്ലിഫയറിൽ ഈ ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിൽ വരുന്നത്. ഇനി അപ്ലിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കാണ് ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ ഫസ്റ്റ് തന്നെ പറഞ്ഞ പോലെ തന്നെ റോബോട്ടിക് ആമിലെല്ലാം ഉപയോഗിക്കുന്ന എന്താണ്, ഈ ഒരു സെർവോ ആംപ്ലിഫയർ ആണ്. അതുപോലെ ആന്റിനയുടെ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുന്നതും എന്താണ്, ഈ ഒരു സെർവോ മോട്ടർ ആണ്. അതുപോലെ ക്യാമറയിലെ ഓട്ടോ ഫോക്കസിങ് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു സെർവോ മോട്ടർ ആണ്. അപ്പൊ ഈ റോബോട്ടിക് പർപ്പസിലാണ് ഏറ്റവും കൂടുതലായിട്ടും നമ്മുടെ സെർവോ മോട്ടർ ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ അക്യുറേറ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഇത് സെർവോ മോട്ടർ 2 റൊട്ടേഷൻ കിട്ടും, ഒന്ന് റൊട്ടേഷൻ ടൈപ്പും അതുപോലെ ലീനിയർ. ഇതിന്റെ മൂവ്മെന്റിനെ രണ്ടായിട്ട് തിരിക്കും, ലീനിയർ മൂവ്മെന്റ് നമുക്ക് കിട്ടും, അതുപോലെ റൊട്ടേഷൻ കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സെർവോ മോട്ടറിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സെർവോ മോട്ടറെ കുറിച്ച് ഒരു നല്ലൊരു ഐഡിയ കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവർക്കും സെർവോ മോട്ടർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.